ദൈവത്തിൻ്റെ വചനം ഒന്നുകൂടെ അല്പനിമിഷം കേൾക്കാൻ പോവുകയാണ്. ഇവിടെ ഭക്തൻ പറയുകയാണ്, 5 കാരണങ്ങളാൽ ഞാൻ നിന്നെ സ്തുതിക്കും. 1, എൻ്റെ പാപം നീ ക്ഷമിച്ചു തന്നു. 2, എൻ്റെ രോഗം നീ സൗഖ്യമാക്കി. 3, നീ എന്നെ വീണ്ടെടുത്തു. 4, ദയയും കരുണയും നീ എന്നെ അണിയിച്ചു. 5, നന്മ കൊണ്ട് എൻ്റെ വായ്ക്ക് തൃപ്തി വരുത്തി. 5 കാരണങ്ങളാൽ, ഒന്നുകൂടെ ഞാൻ പറയുന്നു. 1, എൻ്റെ പാപം നീ ക്ഷമിച്ചു തന്നു. 2, എൻ്റെ രോഗം നീ സൗഖ്യമാക്കി. 3, ദയയും കരുണയും എന്നെ അണിയിച്ചു. 4, നീ എന്നെ വീണ്ടെടുത്തു. 5, നന്മ കൊണ്ട് എൻ്റെ വായ്ക്ക് തൃപ്തി വരുത്തി. 5 കാരണങ്ങളാൽ ഞാൻ സ്തുതിക്കും. മറ്റുള്ളവരോട് പറയുകയാണ്, ഞാൻ സ്തുതിക്കുന്നത് പോലെ എൻ മനമേ നീയും യഹോവയെ സ്തുതിക്കുക. പുറമേയുള്ള സ്തുതിയല്ല, അന്തരംഗം കൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. നിങ്ങൾ ആ 1-ാമത്തെ വാക്യം ഒന്ന് നോക്കി. എൻ മനമേ, എല്ലാവരും പറഞ്ഞേ, മനസ്സിനോടൊന്ന് പറഞ്ഞേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ അന്തരംഗവുമേ. അത് ആവർത്തിച്ച് താൻ പറയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്തിന്? അവൻ്റെ, പറഞ്ഞ എല്ലാവരും, ഇന്ന് രാവിലെ ഒരാൾ ഓർപ്പിച്ചല്ല സ്തുതിക്കേണ്ട, ഉപകാരങ്ങൾ ഓർത്ത്. ദൈവം എനിക്ക് ഒരു ഉപകാരവും ചെയ്തില്ലാത്തവർ മിണ്ടാതെ ഇരിക്കണം. ദൈവ ഉപകാരം ചെയ്തവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിനെ മനസ്സുകൊണ്ട് വാഴ്ത്തണം. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഇതിനെ അനുഭവിച്ചവരെല്ലാം, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിനെ പറ്റി ഏറ്റവും വലിയ പരാജയം, അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്, അവരുടെ ആലയം ശലോമോൻ പണിതതും സെരൂബാബേൽ പണിതതും നെഹമ്യാവ് പണിതതും യെസ്രാ പണിതതും മഹാനായ ഹെരോദാവ് പണിതതും എല്ലാം ഘട്ടം ഘട്ടമായി പൊളിഞ്ഞു പോയതിന് കാരണം, അവരുടെ ദേശം 70 വർഷം വനം പോലെയായി കിടക്കാൻ കാരണം, അവരൊരു കാര്യം മറന്നുപോയി, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മന്ന കിട്ടിയപ്പോൾ അവരാദ്യം എന്താ പറഞ്ഞേ? ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ, അതിനു മുമ്പ് മോനെ പുറപ്പാട് പുസ്തകം 16:31 വായിച്ചേ. പുറപ്പാട് 16:31 വായിച്ചേ. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തൻ പാലരി പോലെയും, അത് കൊത്തൻ പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു. ആദ്യമായി മന്ന കിട്ടിയ ദിവസം അവർ പറഞ്ഞതാണ്, അത് കൊത്തൻ പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശ തിന്നുന്ന രുചിയുള്ളതുമായിരുന്നു. എന്നാൽ കുറെ കാലം മുൻപോട്ട് പോയപ്പോൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം, ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ തേൻ കൂട്ടിയ ദോശയുടെ രുചി എന്തായി? പറഞ്ഞേ, ഈ എണ്ണ ചേർത്ത ദോശയുടെ രുചിയായി. എണ്ണ പലതാണ്. എള്ളെണ്ണയുണ്ട്, കടലെണ്ണയുണ്ട്, തവിടെണ്ണയുണ്ട്, നല്ലെണ്ണയുണ്ട്, പല എണ്ണയുണ്ട്. സ്തോത്രം. സസ്യ എണ്ണയുണ്ട്. അപ്പൊ ഇത് കഴിച്ച ആളുകൾ പറഞ്ഞു, ഇപ്പൊ രുചി മാറി. എന്തായി? പൊഴിഞ്ഞ സ്ഥലം മാറിയോ? കൊടുത്ത ആള് മാറിയോ?
നിറം മാറിയോ? ഇല്ല. പക്ഷെ എന്തോ മാറി? കഴിച്ചവന്റെ വായിലെ രുചി മാറി. പ്രൈസ് ദി ലോർഡ്. കുറെ കൂടെ മുൻപോട്ട് പോയി. സംഖ്യ 21:5. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരത്തിന്റെ പേര് ടോട്ടലി മാറി. എന്താണ്? ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കാൻ ദാഹിച്ചിരിക്കുന്ന എത്ര പേരാവും. എങ്കിലാ 10 ദിവസം യോഗത്തിന് വന്നേനെ. എന്തോ വചനങ്ങളായിരുന്നു. ഞാൻ എൻ്റെ 40 വർഷത്തെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ദൂതുകൾ. എന്തോ ദൂതുകളായിരുന്നു. നമുക്കിപ്പോ ഈ സാധനത്തോട് എന്തായി? വെറുപ്പായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ ആദ്യം ഈ സാധനത്തിന് പറഞ്ഞ പേര് തേൻ കൂട്ടിയ ദോശ. തേൻ കൂട്ടിയ ദോശ തിന്നുമ്പോഴത്തെ ആ രീതി ഒന്ന് കാണിച്ചേ. ഹലോ. എണ്ണ ചേർത്ത ദോശ തിന്നുമ്പോഴത്തെ രുചി വേറെ. ഇപ്പൊ പറയാണ്, അപ്പം തിന്നുകൊണ്ട് പറയാണ് വെള്ളം ഏത് വെള്ളമാ? ലോകത്തിൽ ഒറിജിനൽ മിനറൽ വാട്ടർ കുടിച്ചത് അവരാ. തീക്കൽപ്പാറയിൽ നിന്നൊഴുകുന്ന വെള്ളം. ആ വെള്ളം കുടിച്ച് ഈ അപ്പം തിന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാണ് ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. പിന്നെ ഈ തരുന്ന ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകും. ഈ സാരമില്ലാത്ത ആഹാരം ആർക്ക് വേണം? ദൈവം കൊടുത്ത നന്മ കാലങ്ങളുടെ ദൈർഘ്യത്തിൽ ഇസ്രായേലിന് വെറുപ്പായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹോശയ്യ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഹോശയ്യ പ്രവചനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും. അവർക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും. ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും. അവരിപ്പോ കർത്താവിന് കൊടുത്ത ആ സാധനങ്ങൾ ആർക്ക് ഉപയോഗിക്കുക? ബാലിനു വേണ്ടി ഉപയോഗിച്ച അവരുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാനെന്ന് അവൾ അറിഞ്ഞില്ല. വർദ്ധിപ്പിച്ചതൊന്നും ഇസ്രായേൽ അറിഞ്ഞില്ല. അവരല്ലേ പറയണം. പ്രിയരെ ഒന്ന് നോക്കിക്കേ, വായിച്ചോണ്ടിരിക്കല്ലേ. ധാന്യം കിട്ടിയെങ്കിൽ, എണ്ണ കിട്ടിയെങ്കിൽ, വീഞ്ഞ് കിട്ടിയെങ്കിൽ, വെള്ളി കിട്ടിയെങ്കിൽ, സ്വർണം കിട്ടിയെങ്കിൽ ഒന്നും നിന്റെ പിടിക്കൊണ്ട് വന്നതല്ല. എല്ലാം നിന്റെ ദൈവം തന്നതാ. അപ്പം തന്നെങ്കിൽ ദൈവം തന്നതാ. അത് കഴിക്കാനുള്ള വാ തന്നെങ്കിൽ ദൈവം തന്നതാ. അത് കഴിച്ചൊരാരോഗ്യമുണ്ടായെങ്കിൽ ദൈവം തന്നതാ. ദൈവം തന്നതല്ലാത്തത് ഒന്നും എനിക്കില്ലെന്ന് ഉറപ്പുള്ള എത്ര പേരുടെ വന്നിട്ടുണ്ട്. ആ ദൈവം തന്നത് പ്രാപിച്ചവൻ എപ്പോഴും ആദ്യത്തെ രുചി ഇന്ന് പകലും ഉണ്ടാകണം. വർഷങ്ങൾ പോകുമ്പോൾ ദൈവം തന്നതിന്റെ രുചി മറക്കരുത്. ഇന്ന് പകൽ രുചിയുള്ളവർ ആ രുചിയോടെ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തിന്റെ അലക്ഷ്യമായ ആരാധന ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ധന്യനായ പൗലോസ് ചോദിച്ചൊരു ഭയങ്കര ചോദ്യമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നിന്നെ വിശേഷിപ്പിക്കുന്നത് ആർ? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? എല്ലാവരും ഇത് പറഞ്ഞേ, കേക്കട്ടെന്ന്. ലഭിച്ചതല്ലാതെ വല്ല ഉള്ളവർ മാത്രം കൈപൊക്കിക്കേ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും ലഭിച്ചതാ. പൗലോസ് ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ഇത് ലഭിച്ചു ഒന്നുമല്ല. എൻ്റെ അപ്പൻ്റെ കാലം മുതൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുണ്ടായിരുന്നതാ എന്ന് നീ വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി.
ഇത് നിന്റെ പൂർവ്വസ്വത്തൊന്നുമല്ല. നീ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. നീ പഴങ്കഞ്ഞോളത്തിനകത്ത് അരിപ്പ വെച്ച് തപ്പുമായിരുന്നു 1 മണി അരിയുണ്ടോ ചോറുണ്ടോ എന്നറിയാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞില്ല. ഈ സ്ഥിതി മാറ്റിയത് ദൈവമാണ്. ഇപ്പോൾ അവരൊക്കെ മറന്നപ്പോ പൗലോസ് ചോദിക്കുന്നു, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന ധാരണ നിനക്കുണ്ടെങ്കിൽ, വായിച്ചേ മക്കളെ, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ഇനിയിപ്പോ യോഗവും വേണ്ട, ആരാധനയും വേണ്ട, കൂട്ടവും വേണ്ട, ഉപവാസവും വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്കെല്ലാം ആയി എന്ന് തോന്നുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ നിങ്ങൾ പറ ആയോ? ലഭിച്ചു കഴിഞ്ഞോ? പറയെല്ലാരും, ലഭിച്ചു കഴിഞ്ഞോ? എല്ലാ വഴിയും തുറന്നു കഴിഞ്ഞോ? എല്ലാ നന്മയും കിട്ടിക്കഴിഞ്ഞോ? ഇല്ല ദൈവമക്കളെ, തരാൻ ആഗ്രഹിക്കുകയാ. ഒന്നുമല്ല. അടുത്ത ലെവലിലേക്ക് നിന്നെ ഉയർത്താൻ, നിന്റെ കുടുംബത്തെ ഉയർത്താൻ, നിന്റെ തലമുറയെ ഉയർത്താൻ ഞാൻ ലൈവ് കേൾക്കുന്നതോട് പറയട്ടെ, ഇന്ന് കാണുന്ന ഈ ലെവലൊക്കെ മാറ്റി നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ലഭിച്ചു കഴിഞ്ഞു എന്ന ധാരണയിൽ നിന്റെ ഹൃദയം ദൈവത്തിൽ നിന്നകന്നു. അത് ആരാധന കാണുമ്പോൾ അറിയാം. ഇന്ന് രാവിലെ ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. ഇത്ര വേഗത്തിൽ തൃപ്തരാകരുത്. ഓ, വിശ്വസിക്കുന്നവർ ഈ പകൽ ദൈവത്തെ ആരാധിക്കണം. എൻ മനമേ നീ യഹോവയെ വാഴ്ത്ത്, എൻ മനമേ നീ യഹോവയെ വാഴ്ത്ത്. ലഭിച്ചു കഴിഞ്ഞു എന്നല്ല. വായിച്ച മനെ, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി. ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഇപ്പൊ അവരാരായി? ദൈവദാസനും വേണ്ട, ദൈവസഭയും വേണ്ട. പൗലോസ് കരഞ്ഞുകൊണ്ട് പറയും, ഇത്ര വേഗത്തിൽ ഞങ്ങളെ കൂടാതെ നിങ്ങൾ. ഇനിയിപ്പോ ഉപദേശി പ്രാർത്ഥിച്ചില്ലേലും വലിയ കുഴപ്പമില്ല, പ്രവാചകൻ തലേ കൈവച്ചില്ലേലും വലിയ കുഴപ്പമില്ല, ദൂത് പറഞ്ഞില്ലേലും വലിയ കുഴപ്പമില്ല. നിങ്ങളെ കൂടാതെ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം. ഇതൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് നേടിയതാ, ഇതൊക്കെ ഞാൻ ഉപവസിച്ച് നേടിയതാ. അതിന് സഭയുടെ കെയർ ഓഫ് ഒന്നും വേണ്ട, ഉപദേശിയുടെ കെയർ ഓഫും വേണ്ട. ഇതൊക്കെ എൻ്റെ മിടുക്കൊണ്ട് നേടിയതാ. കൊരിന്ത്യ സഭക്കാരാ, നമ്മളല്ല കേട്ടോ, നമ്മൾ ഡീസൻ്റ് ഇടപാടാ. ഇത് കൊരിന്ത്യയിലെ കാര്യമാണ്. കൊരിന്ത്യയിലെ സഭയോട് പൗലോസ് ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന്, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ ദൈവത്തെ മറന്നു. ഇപ്പം ദൈവവും വേണ്ട. പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചു, ഒന്ന് വായിച്ചവനെ. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. അയ്യോ, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ ഉപദേശി വിശ്വാസിയോട് കരയുവാ, അയ്യോ നിങ്ങളുടെ കൂടെ ഞങ്ങളോടൊന്ന് വാഴേണ്ടതിന് നിങ്ങൾ വാണുവെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ വാണെങ്കിൽ അതിന് വരയിട്ടേക്കണേ. ദൈവത്തെ കൂടാതെയും ദൈവസഭയെ കൂടാതെയും നിങ്ങൾ വാഴുമെന്നുണ്ടെങ്കിൽ, ഓ ജീസസ്, നല്ല സ്തോത്രം പറയണം. ഇവിടെ ഭക്തൻ പറഞ്ഞ് എൻ്റെ പാപം മോചിച്ചു, എൻ്റെ രോഗം സൗഖ്യമാക്കി, എന്നെ വീണ്ടെടുത്തു, നന്മയും കരുണയും എൻ്റെ വായിക്ക് തന്ന് എന്നെക്കൊണ്ട് തൃപ്തനാക്കി, ദയയും കരുണയും എന്നെ ചുറ്റി. അതുകൊണ്ട് എൻ്റെ മനസ്സേ നീ ദൈവത്തെ വാഴ്ത്ത്. ഇന്ന് രാവിലെ സ്വന്തം മനസ്സുകൊണ്ട് ദൈവം തന്ന വിടുതലോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നവർക്കായി ഞാൻ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. നീ മറക്കല്ലേ കുഞ്ഞേ, നീ ഇന്ന് പകൽ സംതൃപ്തരായി പോകരുത്. ഇത്ര പെട്ടെന്ന് നിങ്ങൾ തൃപ്തരായെന്ന് വിചാരിക്കരുത്. ഒന്നുമായിട്ടില്ല. എന്നിട്ട് ഈ ഭക്തൻ പറയുകയാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു.
നാം പൊടി എന്നവൻ ഓർക്കുന്നു. കാറ്റ് പൊടിമേലടിക്കുമ്പോൾ അത് പിന്നെ അവിടെ ഇല്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ യഹോവയുടെ ദയയോ എന്ന് വന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി. മക്കളെ ഓർത്തെന്ന് പറഞ്ഞേ, കൊച്ചുമക്കളെ ഓർത്തെന്ന് പറഞ്ഞേ. അവന്റെ നീതി. നീ ചാകുമ്പോ തീരുവല്ല. കാറ്റ് നിന്നെ അടിച്ചോണ്ട് പോകുമ്പോ തീരുവല്ല. കാറ്റ് നിന്റെ മേൽ അടിക്കും. കാറ്റടിച്ചാ പിന്നെ ആ സ്ഥലം നീ ഓർക്കത്തില്ല. പക്ഷെ നീതി മാറത്തില്ല. നീയേ മാറത്തുള്ളൂ. നിന്നെ മാത്രമേ കാറ്റ് കൊണ്ടുപോകൂ. നീതി നിന്റെ മക്കളുടെ മേലും നിന്റെ മക്കളുടെ മേലും ആ നീതി വെളിപ്പെടുമെന്ന് ഇന്ന് രാവിലെ ആത്മാവ് പ്രവചിച്ചു പറഞ്ഞാൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്കായി ഓ രമശന്തരാധന. ഹല്ലേലൂയ. ഈ പത്രോസ് അപ്പോസ്തലനെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പറഞ്ഞ വാക്യം, അവയില്ലാത്തവനോ കുരുടനത്രേ. അതിന് തൊട്ടു മോളത്തെ വായിച്ച മോനെ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കയില്ല. ഉത്സാഹമില്ലാത്തവനും ഫലമില്ലാത്തവനും അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ അവന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഇവിടെ ശ്രദ്ധിച്ചേ, ശുദ്ധീകരണം മറന്ന ആരിലും ഉണ്ടോ? ഒന്ന് വന്നേ, കർത്താവിന്റെ തിരുമേശ ഇവിടെ ഉണ്ട്. നീ ഇന്ന് പകൽ മറ്റൊന്നും ഓർത്തില്ലേലും നിന്റെ ശുദ്ധീകരണം മറക്കല്ല. നീ ഒന്ന് ഓർത്ത്, നിന്നെ ആർക്ക് വേണമായിരുന്നു? നിനക്ക് 5 കാശിന്റെ വിലയുണ്ടായിരുന്നു. ലോകം നിന്നെ തള്ളിയതല്ലേ, വിടക്ക നെണ്ണിതല്ലേ? നീ നാശകരമായ കുഴിയിലല്ലായിരുന്നോ? കുരഞ്ഞ ചേറ്റിക്കിടക്കുകയല്ലായിരുന്നോ? നിന്നോട് ആർക്കെങ്കിലും ദയ തോന്നിയോ? ഒരു കണ്ണിനെങ്കിലും നിന്നോട് ദയ തോന്നിയോ? നിന്റെ അരികിൽ കൂടെ പോയവരൊക്കെ പുരോഹിതനും ലേവ്യനും ഒക്കെ വഴിമാറിപ്പോയില്ലേ? നീ പ്രതീക്ഷിക്കാത്ത അർദ്ധരാത്രിയിൽ അർത്ഥപ്രാണനായി കിടക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ശമരിയക്കാരൻ വന്നതല്ലേ? നീ തേടിപ്പോയതല്ലോ. അവനല്ലേ താങ്ങിയെടുത്തേ, അവനല്ലേ മുറിവ് കെട്ടിയേ, അവനല്ലേ വീഞ്ഞ് പകർന്നേ, അവനല്ലേ എണ്ണ പകർന്നേ, അവനല്ലേ വഴിയമ്പലത്തിൽ കൊണ്ടയാക്കിയേ. നീ മറന്നോ? വിശ്വസിക്കുന്നവൻ ഈ പകൽ ആരാധിക്കാതിരിക്കരുത്. നീ മറക്കരുത്. എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക. പത്രോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഉറക്കെ വായിക്കുമനെ. മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ. അല്ലല്ലേ പറഞ്ഞേ, ഇന്നിപ്പോ ഞാൻ ഈ ദൂത് നിങ്ങളെ ഓർപ്പിക്കുന്ന ഉപവാസത്തിന്റെ 10-ാമത്തെ പകലാണ്. നിങ്ങൾക്കൊരു വിളിയുണ്ട്. PC ചെറിയാനെ വിളിച്ച പോലെ ഇവിടെ വേറെ ആരെയും വിളിച്ചിട്ടില്ല. നിന്നെ സണ്ണിച്ചാനെ വിളിച്ച പോലെ ഇവിടെ വേറെ ആരെയും വിളിച്ചിട്ടില്ല. അച്ഛനെ വിളിച്ച പോലെ ഇവിടെ വേറെ ആരെയും വിളിച്ചിട്ടില്ല. ഓരോരുത്തരുടെ വിളി സെപ്പറേറ്റാ. പക്ഷെ നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ് എല്ലാവരും തിരഞ്ഞെടുത്തിട്ടില്ല. നിനക്കൊരു പ്രത്യേക തെരഞ്ഞെടുപ്പുണ്ട്. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നപ്പോൾ നിന്റെ വീണ്ടെടുപ്പിന്റെ വിളിയുടെ രഹസ്യം നീ അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കുവാൻ. പ്രിയരേ, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും മോശയുടെ വിളി മിസ്രൈമീന്ന് വിടുവിച്ച് വാഗ്ദത്ത കനാന്റെ തീരത്ത് കൊണ്ടുവന്ന് വെച്ച് മലയുടെ മേളിൽ കയറുന്നതുകൊണ്ട് ആ കാണുന്നത് ആ വാഗ്ദത്ത കനാൻ പോയി വെട്ടിപ്പിടിച്ചോ എന്ന് പറയുന്നത് വരെ ഉള്ളൂ. വിളി തീർന്നു. പക്ഷെ യോശുവയുടെ വിളി അതല്ല.
മോശയുടെ വിളി മന്ന പൊഴിച്ചു കൊടുക്കുക, ഇറച്ചി വാങ്ങിക്കൊടുക്കുക, വെള്ളം അടിച്ചു കൊടുക്കുക, ചെങ്കടൽ വിഭജിച്ചു കൊടുക്കുക, ഇതെല്ലാം മോശയുടെ വിളിയാണ്. പക്ഷെ മോശയുടെ മന്നയ്ക്ക് ടൈമുണ്ട്. സ്തോത്രം പറയണം. മോശയുടെ മന്ന രാവിലെ പറക്കിയാൽ വൈകുന്നതിനകം തീർന്നില്ല, നിന്റെ വീട്ടിൽ നാറും, നിന്റെ വീടും നാറും, കഴിക്കുന്ന നിന്റെ കൈയും നാറും, മൊത്തം നാറും. മന്നയ്ക്ക് ഒരു ടൈമുണ്ട്. പക്ഷെ പെട്ടകത്തി വെച്ച മന്നയ്ക്ക് ടൈമില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. മോശ തന്ന മന്നയ്ക്ക് ടൈമുണ്ട്, പക്ഷെ പെട്ടകത്തി വെച്ച മന്നയ്ക്ക് ടൈമില്ല. ഇന്ന് പകൽ കൃപയുടെ അകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ നിനക്ക് ടൈമില്ല. നിന്നെ നിർത്തുവാൻ ദൈവം മതിയായവനാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷെ യോശുവയെ ദൈവം വിളിച്ചത് മന്ന കൊടുക്കാനല്ല. യോശുവയെ ദൈവം വിളിച്ച വാഗ്ദത്തങ്ങൾ വെട്ടിപ്പിടിക്കാനാണ്. വാഗ്ദത്തം വെട്ടിപ്പിടിക്കാൻ ചെല്ലുമ്പോൾ മുമ്പിൽ ഒരു യോർദാൻ. ജനം ചോദിച്ച് എന്ത് ചെയ്യും? യോശുവ പറഞ്ഞു, പേടിക്കണ്ട, ഉള്ളങ്കാല് ചവിട്ടിയാൽ മതി, ഉള്ളങ്കാല് ചവിട്ടിയാൽ മതി. നിന്റെ നേരെ അലറിയടുക്കുന്ന, ഇരുകര കവിഞ്ഞൊഴുക്കുന്ന, വാഗ്ദത്തം മുടക്കുന്ന ആ പോരിനെ തടയാൻ നീ ആരാധിക്കുന്ന ഉള്ളങ്കാലൊന്ന് ചവിട്ടിയാൽ, വിശ്വസിക്കുന്നവര് മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ഉള്ളങ്കാല് ചവിട്ടിയാൽ അത് കഴിഞ്ഞ പ്രശ്നം തീർന്നില്ല, അടുത്ത ഭയങ്കര പ്രശ്നം വരിക. ചൈനയുടെ വൻമതിലിനെ കാട്ടി വലിയൊരു എരിഹോവിന്റെ കോട്ട വന്നപ്പോൾ യോശുവ പറഞ്ഞു, യുദ്ധം ചെയ്യണ്ട, വാള് വേണ്ട, പരിച വേണ്ട, യോർദാൻ കടക്കാൻ ഉള്ളങ്കാല് മതി. പക്ഷേ എരിഹോവിന്റെ കോട്ട താടാൻ ആരാധിച്ചാൽ മതി. സ്തോത്രം പറയണം. ഞായറാഴ്ച നിന്നെ കൊണ്ട് ബന്ധപ്പെടുത്തി ഒരു ഹല്ലേലൂയ പറയിപ്പിക്കുന്നത് നിന്റെ വാഗ്ദത്തത്തിനെതിരെ ഉയർന്നു നിൽക്കുന്ന ചില എരിഹോവിന്റെ കോട്ടകൾ ഇന്ന് രാവിലെ ഇടിഞ്ഞു മാറേണ്ടതിന്. നിന്റെ കൈക്കരുത്ത് കൊണ്ടല്ല കോട്ടയിടിയുന്നത്, നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ ദൂതനായവ കെട്ടി ഉയർത്തിയ ചില എരിഹോ കോട്ട പോലെയുള്ള പ്രതിസന്ധികൾ ഇന്ന് രാവിലെ ഒന്ന് മാറിപ്പോകുവാൻ നീ ഒന്ന് ആരാധിച്ചേ. പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ രക്ഷ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് നിങ്ങൾ മറന്നു പോകരുത്. എബ്രായ ലേഖനത്തില് 6-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം 4-5 വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. ഇവിടെ നോക്കിയ എല്ലാവരും, നമുക്ക് എന്തോ ലഭിച്ചു? എല്ലാവരും പറഞ്ഞേ. അല്ല, അതിന് മുമ്പേ അതാ വിഷയം. പ്രകാശനം ലഭിക്കാതെ സ്വർഗീയദാനം കിട്ടിയതാ പലരുടെയും പ്രശ്നം. ആദ്യം എന്താ കിട്ടിയേ? ഒരിക്കൽ പറഞ്ഞ എല്ലാവരും, എൻ്റെ പൊന്നു പാഷ ഇരുട്ടി തപ്പിത്തടഞ്ഞപ്പോൾ, വീട്ടിൽ പോയ ദ്രമ്മ എന്തിയെന്നറിയാൻ തപ്പിത്തടഞ്ഞപ്പോൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. നഷ്ടപ്പെട്ട പലതും മടക്കി കിട്ടിയത് ആ പ്രകാശനം ലഭിച്ചത് കൊണ്ടാ. വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ കണ്ണ് കുരുട്ടാക്കി ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ദൈവം മാറ്റിയിട്ട് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. എന്തോ ആസ്വദിച്ചു? സ്വർഗീയദാനം. ഇസ്രായേൽ മന്ന തിന്നു, നമ്മൾ ജീവന്റെ അപ്പം തിന്നു. യേശു പറഞ്ഞ ആ മന്ന തിന്നവനെല്ലാം ചത്തുപോയി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. എന്ന എന്നെ തിന്നുന്നവൻ പറയെല്ലാരും. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത് ജീവന്റെ ശക്തിയാ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം ജീവിപ്പിക്കുന്ന വചനമാ. പഴയ നിയമത്തിന്റെ പൊഴിഞ്ഞു വീണ മന്നയുടെ ശക്തിയല്ല. ആലലി അവർക്കൊരു രോഗവും ബാധയും വന്നില്ലെങ്കിൽ ഇന്ന് പകൽ നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ മന്നയാ, ജീവന്റെ മന്നയാ. വിശ്വസിക്കുന്നവർ ഈ പകൽ ദൈവത്തെ പുതിയ നിയമത്തിന്റെ അപ്പം ഉയരത്തിൽ നിന്ന് വന്ന മന്നയല്ല, അത് സ്വർഗത്തിൽ നിന്ന് വന്ന ജീവന്റെ അപ്പമാ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും
ദൈവത്തിന്റെ നല്ല വചനവും ദൈവത്തിന്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. വളരെ സമയമെടുത്ത് പറയേണ്ട 4 കാര്യങ്ങളാണ്. 1, സ്വർഗത്തിന്റെ നല്ല ദാനം. 2, പരിശുദ്ധാത്മാവ്. 3, ദൈവത്തിന്റെ നല്ല വചനം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന്റെ നല്ല വചനം. 4, ലോകത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ആസ്വദിച്ചിട്ട് അടുത്ത വാക്യം, ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഇത്രയെല്ലാം അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയാൽ എന്തു സംഭവിക്കും മോനെ? തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകും. സ്നേഹിത, സഹോദര, സഹോദരി, നീ അറിഞ്ഞില്ല, നീ അത് ചെയ്തപ്പോൾ കർത്താവിനെ ഒന്നുകൂടെ നീ ക്രൂശിക്കുകയാണ്. നീ സഭയ്ക്കല്ല കേടുവരുത്തിയേ, നീ കർത്താവിന് ദോഷം ചെയ്തേ. നല്ല ദാനം അനുഭവിച്ച നീ, സ്വർഗീയ ദാനം ആസ്വദിച്ച നീ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നീ, ദൈവത്തിന്റെ നല്ല വചനം സ്വീകരിച്ച നീ പിന്മാറിപ്പോയപ്പോൾ ആ കയ്യിൽ നീ ഒന്നുകൂടെ ആണി അടിക്കുകയാണ്, ആ തലയിൽ നീ ഒന്നുകൂടെ മുൾക്കിരീടം വെക്കുകയാണ്, ആ ക്രൂശ് നീ ഒന്നുകൂടെ തോളത്ത് വെച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ ഇനി ക്രൂശിക്കത്തില്ലെന്നുള്ളവരൊക്കെ കൈയൊന്ന് പൊക്കിക്കുക. കൈ ദൈവം ഒന്ന് കാണട്ടെന്നേ. ഞാൻ പറഞ്ഞ പദം ശരിയായോ? ഞാൻ ഇനിയും ഞാനായിട്ട് എൻ്റെ കർത്താവിനെ ഒന്നുകൂടെ ക്രൂശിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവരൊക്കെ പരമാർത്ഥതയോടെ കൈ രണ്ടും ഒന്ന് പൊക്കിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ ഏറെക്കുറെ വഴുതിപ്പോയി, എൻ്റെ കാലുകൾ ഏറെക്കുറെ ഇടറിപ്പോയി. ഇന്ന് പകൽ ഉപവാസത്തിന്റെ 10ാമത്തെ പകൽ ഒരു അനുതാപത്തോടെ എൻ്റെ ദൈവത്തിങ്കലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഏറ്റെടുക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തുതിച്ചേ. പ്രിയരേ, ഇന്ന് രാവിലെ ഒരു അനുതാപത്തിന്റെ നിലവിളി സഭയ്ക്കകത്തുയരട്ടെ. ഒരേറ്റുപറച്ചിലിന്റെ കണ്ണുനീര് സഭയ്ക്കകത്തുയരട്ടെ. ഹല്ലേലൂയ. നിന്റെ അകം ഇന്ന് രാവിലെ ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഒരു വാക്യം വായിച്ച് ഞാൻ വേഗം നിർത്താം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒരു വായിക്കേണ്ടതാണ്, എങ്കിലും 18-19 വായിച്ച. ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വായിച്ചുകൊണ്ടിരിക്കല് ഞാനങ്ങ് പറയാം, നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തത്. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്ക വന്നു. അവർ ദൂരെ നിന്നുകൊണ്ട് പറഞ്ഞു, യേശു നായക, എന്നെ സൗഖ്യമാക്കാം. യേശു പറഞ്ഞു, പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കാൻ പറഞ്ഞു. പോകുന്ന പോക്കിൽ 10 പേരും, അതിൽ 9 പേരും യഹൂദന്മാരാണ്, ഒരാൾ മാത്രം ശമരിയക്കാരൻ. 9 പേര് തുള്ളിച്ചാടി പള്ളിയിൽ പോയി പുരോഹിതന്മാരെ കാണിക്കാൻ. ഒരുത്തൻ തിരിച്ചു വന്നു. അവൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ. അപ്പോൾ യേശു ചോദിച്ചു, മറ്റേ 9 പേരെന്ത്? അവർ പോയെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ജാതികളായ ഇവൻ മാത്രം എന്ത് ചെയ്തു? തിരിച്ച് വന്നു. എഴുന്നേക്കാ, നിന്റെ വിശ്വാസം നിന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ കുഷ്ഠരോഗിക്കൊരു പ്രത്യേകതയുണ്ട്. കുഷ്ഠം വന്നാൽ അവൻ്റെ അവയവങ്ങൾ അംഗച്ഛേദം വരും. മൂക്ക്, ചെവി, ചെറി, കയ്യ്, വിരലുകളൊക്കെ എന്തു ചെയ്യും? അറ്ററ്റ് പോകും. ആ 10 പേർക്ക്
കുഷ്ഠസൗഖ്യമായി. ഇവന് പോയതെല്ലാം തിരിച്ചു കിട്ടി. ഇവൻ്റെ കൈയുടെ വെള്ളം തിരിച്ചു വന്നു, ചെവിയും തിരിച്ചു വന്നു, മൂക്കും തിരിച്ചു വന്നു, കാലിൻ്റെ വെള്ളം തിരിച്ചു വന്നു. ഇവൻ പൂർണ്ണ സൗഖ്യനായി. കാരണം രണ്ടാമത്തെ ഒരു ടച്ചിങ് ഉണ്ടായി. ഒരു കുരുടനെ കർത്താവ് തൊട്ടിട്ട് ചോദിച്ചു, എന്താ കാണുന്നതാകുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, മനുഷ്യരെല്ലാം മരം പോലെ പോന്നെ കാണുന്നു. മനുഷ്യനെ മരം പോലെ പോന്നെ കണ്ടവൻ രാവിലെ കോടാലി കൊണ്ടിറങ്ങത്തില്ലേ വെട്ടാനായിട്ട്, ആഞ്ഞിലിയോ പ്രാവാന്ന് വിചാരിച്ച്. കർത്താവിനോട് ഈ പരുവത്തിൽ ഇവനെ വിട്ടാൽ നാട്ടുകാരെ വിട്ടു ഇവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവനെ രണ്ടാമത് തൊട്ടപ്പോൾ അവൻ മനുഷ്യരെ മനുഷ്യനായിട്ട്. അപ്പൊ രണ്ടാമത്തെ ഒരു തൊടിയിൽ ഇവന്റെ കണ്ണ് യഥാർത്ഥമായി തുറന്നു. രണ്ടാമത്തെ ഒരു തൊടിയിൽ ഇവന്റെ കുഷ്ഠം പൂർണ്ണമായിട്ട് മാറി. യാക്കോബിന് യാബോക്കി വെച്ച് രണ്ടാമത്തെ ഒരു ഇടപെടലുണ്ടായി. കാലിൻ്റെ അകത്ത് ഉളുക്കുണ്ടായെങ്കിലും ജീവിതത്തെ ടോട്ടൽ മാറ്റിമറിച്ചു. ആദ്യത്തെ പേര് ഉബായി എന്നാണ്, യാക്കോബ്. പക്ഷെ രണ്ടാമത്തെ ടച്ചിങ്ങിൽ പേര് മാറി, ദൈവത്തിൻ്റെ പ്രഭു എന്ന ഇസ്രായേലായി. ഈ 10 ദിവസം ഉപവാസം കഴിയുമ്പോൾ ഒരു സെക്കൻഡ് ടച്ചിങ്. കൊതിക്കുന്ന എത്ര പേരുണ്ട്? പണ്ടെങ്ങോ ലഭിച്ച ഒരു തൊടിയിലല്ല, എല്ലാം യഥാർത്ഥമായി പ്രാപിക്കാൻ പൂർണ്ണതയുള്ള ഓ ശാന്തര രഗമന. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പത്രോസിനെ കർത്താവ് രണ്ടാമത് തൊട്ട് കേട്ടോ. എപ്പോഴാണെന്നറിയാമോ? തിബിരിയാസിന്റെ കടൽക്കരയിൽ കനലിന്മേൽ ചുട്ട അട കൊടുത്ത്, കനലിന്മേൽ വറുത്ത മീൻ കൊടുത്തിട്ട് കർത്താവ് ചോദിച്ചു, മോനെ പത്രോസേ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോടാ? മൂന്നാമതും ചോദിക്കയിൽ ബാക്കി നിങ്ങൾ പറഞ്ഞേ. അവൻ പൊട്ടിക്കരഞ്ഞു. ഒരു സെക്കൻഡ് ടച്ചിങ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ തൊടിയിൽ കോഴി കൂവും മുമ്പേ 3 പ്രാവശ്യം അവൻ തള്ളിപ്പറഞ്ഞെങ്കിൽ രണ്ടാമത്തെ തൊടിയിൽ അവനെ ക്രൂശിക്കുവാൻ കോടതി വിധിച്ചു. രാജാവ് ക്രൂശിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ തല യേശുവിൻ്റെ തലയിരുന്ന ഭാഗത്ത് വെച്ച് ക്രൂശിക്കരുത്. അതിനുള്ള യോഗ്യത എനിക്കില്ല. അവൻ്റെ കാൽപാദം ഇരുന്നിടത്ത് എൻ്റെ മുഖഭാഗം തലയിരിക്കട്ടെ. എന്നെ തല കീഴായിട്ട് ക്രൂശിക്കണം. സെക്കൻഡ് ടച്ചിങ്ങിൻ്റെ ഗുണം, പാദം മുത്തുന്ന അവസ്ഥയിൽ ദൈവം അവനെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങളെ കൂടാതെ നിങ്ങൾ സമ്പന്നരായോ? ഓ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് തൃപ്തരായോ? ഒന്ന് മടങ്ങി വന്നേ. ഒന്നും കണ്ട് പുകഴണ്ട, ഒന്നും കണ്ട് നിഗളിക്കണ്ട. ഒരു കാറ്റടിച്ചാൽ പിന്നെ അതിന്റെ സ്ഥലം അത് അറിയത്തില്ല. എന്നെ ഇന്ന് പോലെ കാറ്റടിക്കും മുമ്പേ ഏറ്റെടുക്കുന്നവരെല്ലാം നന്നായിട്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് പകൽ ആത്മാവാഴത്തിനിടപെടുകയാ. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 26-ാം അധ്യായം 13 മുതൽ വേഗം ഒന്ന് വായിച്ച് അവസാനിപ്പിച്ചേരെ. രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു വെളിച്ചം ആകാശത്തിൽ നിന്നു എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റു നിവർന്നു നിൽക്ക. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും ഒന്ന് ശ്രദ്ധിച്ച് പൗലോസ് സാക്ഷി പറയാം. ഞാനും എന്നോട് കൂടെ സഞ്ചരിക്കുന്നവരും നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം
കണ്ടു. ഞാനും എൻ്റെ കൂടെയുള്ളവരും എല്ലാവരും നിലത്ത് വീണു. സ്തോത്രം. പക്ഷേ ഞാൻ ചോദിച്ചു, നീ ആരാണ്? എന്നോട് പറഞ്ഞു, ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിനക്ക് പ്രത്യക്ഷനായതിനും ഇനിയും നിനക്ക് ഞാൻ പ്രത്യക്ഷനാകാൻ പോകുന്നതിനും, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കാൻ പോകുന്ന മഹത്വമേറിയ ശുശ്രൂഷയ്ക്കുമായി നീ ഒരുങ്ങണം. സ്തോത്രം. ഇതിൽ കൂടുതലൊരു വിളി വേണോ? വേണ്ട. കൂടെ പോയവരെല്ലാം വെളിച്ചം കണ്ടില്ലേ? കണ്ടോ? കൂടെ പോയവരെല്ലാം വെളിച്ചം കണ്ടില്ലേ? കണ്ടു. വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. അവരെല്ലാം വീണില്ലേ? വല്ല പ്രയോജനം ഉണ്ടായോ? ഒരുത്തൻ പ്രതികരിച്ചു. ഈ വീണോമാർക്കെല്ലാം കൂടെ ചോദിക്കത്തില്ലായിരുന്നു, നീ ആരാന്ന്? ഒരുത്തൻ പ്രതികരിച്ചു. പ്രതികരിച്ചവനോട് ദൈവം സംസാരിച്ചു. സഭയിൽ 1000 പേരിരിക്കുന്നല്ല വിഷയം. ദൈവശബ്ദത്തിന്റെ മുമ്പിൽ, അടിച്ച വെളിച്ചത്തിന്റെ മുമ്പിൽ ഒരുത്തൻ പ്രതികരിച്ചു. പ്രതികരിച്ചവനോട് ദൈവം സംസാരിച്ചു. ഓ, ശുശ്രൂഷയ്ക്ക് എനിക്ക് ഭയങ്കര വിളിയുണ്ടായെന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങിയില്ല കേട്ടോ, ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് അനന്യാസ് തലയെ കൈവച്ചു. കണ്ണിലെ തിമിരമടന്നു പോയി. വേലയ്ക്ക് ഇറങ്ങാൻ തയ്യാറായി സ്നാനപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരൊറ്റ പോക്ക് അറേബ്യൻ മരുഭൂമിയിലേക്ക്. 3 വർഷം 36 മാസം ഒറ്റ ഇരിപ്പ്. എന്തിനെന്നറിയാമോ? ദമസ്കോസിൽ ഇടപെട്ട ദൈവ സന്ദർശനത്തിൻ്റെ ഒരു സെക്കൻഡ് ടച്ചിങ്ങിന് 35 രാജ്യങ്ങൾ അവൻ കീഴടക്കിയെങ്കിൽ, 30 പരം ദ്വീപുകൾ കീഴടക്കിയെങ്കിൽ, 100 കണക്കിന് സഭകൾ സ്ഥാപിച്ചെങ്കിൽ, അനേകരെ ശുശ്രൂഷയ്ക്ക് വേർതിരിച്ചെങ്കിൽ, അതിൻ്റെ പുറകിൽ ആരും അറിയാതെ മരുഭൂമിയിൽ ഒരു 3 വർഷം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് പണ്ടെങ്ങോ ഉണ്ടായ ഒരു സന്ദർശനത്തിൻ്റെ അത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ, ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര കൂട്ടായ്മയായിരുന്നു, അന്ന് അപ്പച്ചൻ പാടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഴയ കുറേ വളിച്ച കഥയും പറഞ്ഞിരിക്കാതെ ഒരു സെക്കൻഡ് ടച്ചിങ്ങിന് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഒരു കൃത്യമായ ഇടപെടലിന് വേണ്ടി ഈ 10ാമത്തെ പകൽ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവരാ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, നിന്നോട് ദൈവത്തിന് ഇടപെടുവാനുണ്ട്, നിന്റെ പേരൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവദാസന്മാരടുക്കെ പോയി പൗലോസ് മുട്ടുകുത്തി. കുത്തിയപ്പോൾ നീഗറിനെയും പൗലോസിനെയും എല്ലാം വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി കരം വെച്ച് വേർതിരിച്ചു. അപ്പൊ എത്ര നിയോഗമാണ്! ഇന്ന് പകൽ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചാൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ തയ്യാറാണെന്നുള്ള യൗവനക്കാരത്തികളോ യൗവനക്കാരന്മാരോ ഇവിടെ ഉണ്ടെങ്കിൽ അവരൊന്ന് കൈ പൊക്കിക്കുക. എൻ്റെ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചാൽ, കൈ കാണട്ടെ മോനെ, കൈ സ്വർഗം കാണട്ടടാ, ലജ്ജിക്കാതെ. ഞങ്ങളുടെ യോഹാൻ വരെ കൈ പൊക്കി. ഓക്കെ ഓക്കെ, അവൻ വേല ചെയ്യേണ്ടവനാ. ഓക്കെ മോനെ, കൈയൊന്ന് കാണട്ടെ, കൈയൊന്ന് കണ്ടോട്ടെ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. തെക്കേ വീട്ടിലെ മോൻ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇവിടെ 15 16 17 18 19 20 20 21. ഒന്ന് എഴുന്നേറ്റ്, അത്രയും പേര് ഒന്ന് എഴുന്നേറ്റ്, അത്രയും പേര് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവുക. 10 ദിവസം ഉപവാസത്തിൻ്റെ റിസൾട്ട് കർത്താവിൻ്റെ വേലയ്ക്കായി കുറേ പേര് സമർപ്പിക്കപ്പെടുകയാ. ഓ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ സഭയിൽ ഞാൻ വന്ന സമയത്ത് വേലക്കാരുമില്ലായിരുന്നു. എന്നാൽ പിന്നീട് വേലക്കാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. കുര്യൻ പുന്നൂസ്, പ്രസാദ് പുന്നൂസ്, കൊച്ചുമോനെ, ആജിയെ, സുനിലെ, മാത്യൂസ്, ഉണ്ണി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരെ ദൈവം 10-15 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇതെല്ലാം സ്റ്റക്കായി നിൽക്കുകയാണ്. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, കർത്താവേ, ഒരു 2ാമത്തെ ടച്ചിങ്
ഫീലിംഗ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായിട്ട് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ കുറച്ചു പേരെ ദൈവം എഴുന്നേൽപ്പിക്കണമേ. ഇന്ന് രാവിലെ കർത്താവിന് വേണ്ടി സ്വമനസ്സോടെ എഴുന്നേറ്റ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് നമ്മുടെ സഭയ്ക്കകത്ത് ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അഭിഷക്തരായി മാറട്ടെ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. മാതാപിതാക്കളോട് പ്രവചിക്കുന്ന കുഞ്ഞുങ്ങൾ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ ആത്മാർത്ഥതയോടെ നിങ്ങൾ രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. ഈ 10ാമത്തെ പകൽ ചെല്ലക്കാട് സഭയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ 8 പെൺകുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട 2, 4, 6, 8, 10, 12, 14, 15 ആൺകുട്ടികളെ കർത്താവ് വേലയ്ക്കായി ഒരുക്കിയല്ലോ. ഒരു സെക്കൻഡ് ടച്ചിങ് അവരുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാവരും ദൈവത്തോടെ പ്രാർത്ഥിച്ച് ആഴമായൊരു ദൈവകൃപ, ആത്മാവിൻ്റെ ഒരു പകർച്ച, അധികാരത്തിൻ്റെ ഒരു ശ്രേഷ്ഠത. ഇവർ കൃപാവരമുള്ളവരാകട്ടെ, ഇവർ വെളിപ്പാടുള്ളവരാകട്ടെ, ഇവർ ദർശനമുള്ളവരാകട്ടെ, ഇവർ ആലോചന പറയുന്നവരാകട്ടെ. മാതാപിതാക്കളെ, വല്യപ്പച്ചന്മാരെ, വല്യമ്മച്ചിമാരെ, കൊച്ചു കുഞ്ഞുങ്ങൾ എഴുന്നേറ്റത് ഒരു പക്ഷേ അവർക്ക് എന്തിനാന്നറിയത്തില്ലായിരിക്കും. സാരമില്ല, സ്വർഗം അത് കുറിച്ചു കഴിഞ്ഞു. അവരെഴുന്നേറ്റത് സ്വർഗം കുറിച്ചു കഴിഞ്ഞു. പക്ഷെ നിനക്കൊരു ചുമതലയുണ്ട്. ആ കുഞ്ഞുങ്ങളോട് പറയണം, മോനെ, നീ 2024 നവംബർ മാസം 24-ാം തീയതി പകൽ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് ഗ്രഹിച്ചോ ഗ്രഹിക്കാതെയോ നീ എഴുന്നേറ്റായിരുന്നു മോളെ, നീ എഴുന്നേറ്റായിരുന്നു മോനെ. നീ കർത്താവിൻ്റെയാണ്, നീ കർത്താവിൻ്റെയാണ്, നീ കർത്താവിൻ്റെ ദാസിയാണ്, നീ കർത്താവിൻ്റെ ദാസനാണ് എന്നവനെ കൂടെ കൂടെ ഓർപ്പിക്കാൻ വല്യപ്പച്ചന് ചുമതലയുണ്ട്, വല്യമ്മച്ചിക്ക് ചുമതലയുണ്ട്, അപ്പന് ചുമതലയുണ്ട്, അമ്മയ്ക്ക് ചുമതലയുണ്ട്. അടുത്ത തലമുറയെ ശക്തമായി ഹല്ലേലൂയ ഉപയോഗിക്കുന്ന ഒരു തലമുറയായി ഇവന് മാറേണ്ടതിനായിട്ട് എത്ര പേര് രാവിലെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഈ വിശുദ്ധ പകൽ നീ ഒന്ന് അഭിമാനിച്ചേ. എൻ്റെ കുഞ്ഞു ഞാൻ പറയാതെ എഴുന്നേറ്റല്ലോ, എൻ്റെ കുഞ്ഞു ഞാൻ പറയാതെ എഴുന്നേറ്റല്ലോ. മാതാപിതാക്കളും സന്തോഷിച്ചേ. എനിക്ക് ചെയ്യാൻ കഴിയാത്തത്, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തത് എൻ്റെ കുഞ്ഞിൽ കൂടെ ദൈവം ചെയ്യണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ചേ. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് എൻ്റെ കുഞ്ഞിൽ കൂടെ, എൻ്റെ തലമുറയിൽ കൂടി അവനൊരു പാസ്റ്ററാകട്ടെ, അവനൊരു പ്രവാചകനാകട്ടെ, അവളൊരു പ്രവാചകയാകട്ടെ. പീലിപ്പോസിൻ്റെ 4 കുഞ്ഞുങ്ങളും ഒരുപോലെ പ്രവചിച്ചതുപോലെ ഇവർ 4 കുഞ്ഞുങ്ങളൊക്കെ പ്രവാചകന്മാരാകട്ടെ, വെളിപ്പാട് പറയട്ടെ, ദൈവകരം അവർക്ക് അനുകൂലമാകട്ടെ. ഓ രാഭാശന്തര ഈ പകൽ ഒരു വിശിഷ്ടമായ പകലാണ്. പ്രത്യേകമായ നിലയിൽ ദൈവസഭയെ ഇന്ന് പകൽക്കാലം ഒരു അടുത്ത തലത്തിലേക്ക് നടത്തുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാ, ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ 10 ദിവസം ഉപവാസം കഴിയുമ്പോൾ സഭയ്ക്കകത്ത് നിന്ന് ഒരു തലമുറ കർത്താവിനായി എഴുന്നേൽക്കുന്നത് ഓർത്ത് ആ കരമൊന്ന് ചേർത്തടിച്ച് കുഞ്ഞുങ്ങളെ 2 കരം ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധ കർത്താവേ, ഈ സഭയ്ക്ക് നീ ദാനം തന്ന ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ആ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കും. വല്ലാത്തൊരു തലമുറ വളരുന്ന ഈ ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവേ നെറ്റുകളുടെ വലയത്തിലൊക്കെ അകപ്പെട്ട് ഒരു തലമുറ മുഴുവൻ നശിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഇന്ന് പകൽ ഞങ്ങളുടെ തലമുറയെ നിനക്കായിട്ട് എഴുന്നേൽപ്പിച്ചല്ലോ, നിന്റെ വേലയ്ക്കായിട്ട് എഴുന്നേൽപ്പിച്ചല്ലോ, നിന്റെ കരങ്ങൾ ഉപയോഗിക്കുന്നതിനായി എഴുന്നേൽപ്പിച്ചല്ലോ. കർത്താവേ,
ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. അവരുടെ നിഷ്കളങ്കമായ മനസ്സ്, അവരുടെ പരമാർത്ഥമായ ഹൃദയം, നിന്നെ സ്നേഹിപ്പാനും നിന്നെ സേവിപ്പാനും നിന്നെ അനുഗമിപ്പാനുമുള്ള അവരുടെ മനസ്സ് സ്വർഗം ഇന്ന് പകൽ കണ്ട് അവരുടെ പേര് സ്വർഗത്തിൽ കുറിക്കണമേ. ഓ, നാളെ അവർ പറയണം, ഞങ്ങൾ പ്രാപിച്ച സ്വർഗീയ ദർശനത്തിന് ഒരിക്കലും ഞങ്ങൾ അനുസരണക്കേട് കാണിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ. മുഖം കഴുത്തേൽ വീണവരെ പോലെ പിന്തിരിഞ്ഞു നോക്കാതെ, പെലിസ്ത്യർ കറവയുള്ള പശുവിനെ പെട്ടകത്തെ കെട്ടിവിട്ടപ്പോൾ ക്രാക്കൾ കൂട്ടിക്കിടന്ന് അലറിക്കരഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കാതെ തോളിക്കേറിയ പെട്ടകവുമായി പോയ പശുക്കളെ പോലെ ഇന്ന് പകൽ അങ്ങയുടെ പെട്ടകം ചുമക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ 41 വർഷം മുമ്പ് അടിയന്റെ തലമേൽ പകർന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഈ കുഞ്ഞുങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ഇവർ അത്ഭുതങ്ങളായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.